എണിക്കടാ. എന്താ ഇത്? ആരാ നിങ്ങള്? ആരാ എന്താ നോക്ക് പിന്നെ പറയാം. നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ? നടക്കണേ അങ്ങോട്ട്. ഇത് കണ്ടോ? ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. ഇതൊക്കെ കെട്ടം വിളിക്കാനുള്ള സാധനങ്ങളാണല്ലേ? നിങ്ങൾ എന്താ കൊല്ലന്മാരാ? കൊല്ലന്മാരല്ലടാ, കൊല്ലാൻ വന്നവരാ. മര്യാദക്ക് ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. അത് ഇസ്മായിലിക്കേ പറയാൻ പറ്റൂ. ഇസ്മായിലിക്ക് ആരാടാ അവൻ? ഞങ്ങളുടെ സൂപ്പർവൈസറാ, ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിലിക്ക് ഇറങ്ങിയ അപ്പ ഇടിയാ, അതുകൊണ്ട് കഴിയുന്നത്ര ഇറങ്ങൂല. അങ്ങനെ ഒരു സൂപ്പർവൈസറോ? അവനൊന്ന് കാണണല്ലോ, അവന്റെ ഇടിയൊന്നും അറിയാലോ. അയ്യോ, നിങ്ങളെ പോലെ ആൾക്കാർക്ക് തിരിക്കണ കാര്യമില്ല. പുള്ളി ബുള്ളറ്റിലാണ് നടക്കണത്. വണ്ടി ഓടിക്കുമ്പോഴും കണ്ണ് പൊളിക്കാനുള്ള ഘട്ടത്തിന്മേ ആയിരിക്കും. അപ്പൊ വണ്ടി ഇരിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ അവന്മാർ നല്ല കാര്യം നടക്കുള്ളൂ. അതെ. എന്നാ വിളിയടാ നിന്റെ ഇസ്മായിലിക്കായ. മൊബൈൽ ഒന്ന് വിളിക്കട്ടെ. വിളിയടാ, എന്താടാ താമസം? ഹലോ ഇസ്മായിലിക്ക, ഇവിടെ പ്രശ്നമുണ്ടാ? അല്ല, അവിടെ പ്രശ്നമായ അതിന് ഞാൻ അവിടെ ഇല്ലല്ലോടാ. എടാ സൂര്യപ്രകാശം, ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇടിച്ചെന്ന് മാത്രമല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല. ഇവിടെ ആകെ പ്രശ്നമാണ്. എടാ ഞാനും വണ്ടി കൂടി അയാളുടെ മടിയിലാണ്. അയാളെന്റെ ഇടിയേറ്റ് അംബാസഡർക്കാരനെ ഡിക്കലും. ഇതേ പോലീസ് വന്ന് കാശ് കൊണ്ട് ഇങ്ങനെ വരണ്ടാ. ഒരു മിനിറ്റ്. എടാ എഴുന്നിട്ട് മാറണോ? എന്റെ കാലെടുത്ത് മാറ്റാൻ പറ്റത്തില്ല, തന്റെ വണ്ടി എടുത്ത് മാറ്റണോ? അതിന് എന്റെ കാലെടുക്കാൻ പറ്റണ്ടേ? താൻ അധികം വെളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ, ഇതിന് കാറ്റാ ഉരുടും. തന്റെ കാറ്റ് പോകാതെ നോക്കിയാൽ മതി. ഒന്നുമില്ലടാ, ഇവിടെ അടുത്തന്നെ കാറ്റ് പോകാറായി. മാറിക്കടാ. എന്താ പ്രശ്നം? എന്താ? സാറേ, ഞാനൊരു മര്യാദക്കാരനാണ്. റോഡിന്റെ വലതുവശത്ത് കൂടി ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ചോണ്ട് വരികയായിരുന്നു. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അംബാസഡർക്കാരന്റെ ഡിക്കിന്ന് ഇയാൾ എന്നെ പിടിച്ച് വലിച്ചകത്തേക്ക് കയറ്റി. എന്റെ കയ്യിലെ നഖം മുറിഞ്ഞ് എന്റെ ചുവന്ന ചോര. അയ്യോ നുണയാണ് സാറേ, എന്റെ നെഞ്ച് തകർന്നു പോയി. ഇതെന്താ വെറുതെ ഇരിക്കണ തള്ളണ? പിന്നെ വെറുതെ അല്ല നാട്ടുകാർ പോലീസുകാരുടെ പറഞ്ഞിട്ടിരിക്കണത്. ഇങ്ങോട്ട് താടാ അവന്റെ ഒരു മൊബൈല്. ഹലോ, കുറെ നേരമായി മിണ്ടായി നിൽക്കാണ്. മര്യാദയ്ക്ക് പ്രശ്നം തീർത്തില്ലെങ്കിൽ നിന്നെ കിടിച്ച് നിരപ്പാക്കി കളയും. ഓഹോ, ഇത് കണ്ടാ എന്നെ വെറുതെ പറയണേ. വെറുതെ അല്ല, പ്രശ്നം തീർത്തില്ലെങ്കിൽ ഇടിച്ച് നിരപ്പാക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ എന്ന് സാറിനോട് പറഞ്ഞു. ആ ഫോണിങ്ങനെ. ഹലോ, നീ എന്ത് പണിയാടാ കാണിച്ചത്? എരുതിയിൽ എണ്ണ ഒഴിച്ചാ? നീയൊക്കെ എന്റെ കൈ കൊണ്ട് ചാവും, പറഞ്ഞേക്കാം. കൊണ്ട് തീരുന്ന ലക്ഷണമില്ല. അവന്റെ കൈ കൊണ്ട് നമ്മൾ ചാവുമെന്ന്. നീ ബുള്ളറ്റ് ഇസ്മായിൽ അറിയോ? അല്ലെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ബുള്ളറ്റ് ഇസ്മായിലോ? ആദ്യമായിട്ട് കേൾക്കാണല്ലോ. നിന്നെയൊക്കെ ഇടിച്ച് പരിപ്പെടുത്ത് കളയും. ഇതെന്താ അടിച്ചു പഠിക്കുന്നത്? ഇതെന്താ വണ്ടി ഇടിച്ചാവുന്നായിരുന്നു ഇല്ലേ? ലാത്തി ചാർജ്. ഞങ്ങൾ അങ്ങോട്ട് വരാം. അവന്മാരെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് അവന്മാരൊന്നും കാണുകയും ചെയ്യാം. എന്നാടാ കേരള വണ്ടിയില്. സ്ഥലം എവിടെ അറിയണ്ടേ? ആ ഫോണെന്ന് തരൂ. എന്റെ ഫോണാണ്. സൂര്യ. ഇസ്മായിൽക്ക, എവിടെ ഇത്? എടാ ഹൈസ്കൂൾ സ്റ്റോപ്പിലാ, വേഗം വാ. എന്റെ ആൾക്കാരൊക്കെ എത്തിയല്ല. എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ല, ഇവന്മാര് വെറുതെ ഇരിക്കില്ല. ജീവങ്ങളെയും ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം. പ്രശ്നമൊന്നുമില്ല. ഇവനെ ഇയാളെ അടിച്ചൊന്ന് അതേക്ക് കയറ്റി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? ഈ വണ്ടി പണിയാനുള്ള കാശാര് തരും? അതിനവൻ ചത്തില്ല. ഉണ്ടായിരോ, കാശൊക്കെ തരും. താനാണോ ബുള്ളറ്റ് ഇസ്മായിൽ? അതെ, എനിക്ക് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലായത്? നാറ്റിക്കല്ലേ. ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ എന്റെ ആൾക്കാരാണെന്നാണ്. ശരി, കെട്ടിടം ഒഴിഞ്ഞു പോയിക്കൊള്ളൂ. പ്രശ്നം തീർത്തു തരുമോ? ഇടി എനിക്ക് ഡെയിലി ഉള്ളതാ. പക്ഷെ ഇതല്ല പ്രശ്നം. ലൈസൻസ് ഇല്ല, RC ബുക്ക് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. എല്ലാം പണയം വെച്ചിരിക്കുക. അടുത്ത ആഴ്ച കിട്ടുള്ളൂ. പ്രശ്നം തീർത്തുന്ന കെട്ടിടം എപ്പോ ഒഴിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. നിന്നെ എനിക്ക് ആവശ്യമുണ്ടോ? കേസൊന്നും വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. എപ്പോ ഇറങ്ങി? ഇന്നലെ. ശരി, എല്ലാരും ഇയാൾ ഇറങ്ങാൻ നോക്കടോ. വെറുതെ അവന്റെ അച്ഛൻ തന്ന അഡ്വാൻസ്. ഇനി ഈ ഏരിയയിലെങ്ങാനും കണ്ടുപോകരുത്. വാടാ. നേരത്തെ തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇനി ആവശ്യമില്ല. അപ്പൊ ഈ കെട്ടിടം പൊളിക്കുന്നില്ലേ? എന്ത് പണിയാ ഇസ്മായിൽ കൈ ചെയ്തത്? അജി, നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? എന്റെ മക്കളെ കൈവിടരുന്ന്. ഞാൻ അത്ര ചെയ്തു. അജി, ദൈവം വലിയവനാടാ. ഇവന്മാരൊക്കെ ഇടപെട്ട കഷ്ണം പൊളിച്ചിരുന്നെങ്കിലേ കവസം കീറിപ്പോയനെ. ശരിയാ, നമുക്കിന്ന് നല്ലത് വരാൻ പോണ്ട്. എടാ അജി, ടെൻഷൻ അടിക്കല്ലേ വേണ്ടത്, ഇപ്പൊ സന്തോഷിക്കാ വേണ്ടത്. ഇത് കണ്ട, കൊടുത്ത പൈസ ഇസ്മായിലിലേക്ക് അങ്ങനെയൊക്കെ പറയാം. ഏതായാലും ആ വീട് പൊളിക്കാതെ വിട്ടു കളഞ്ഞ് ശരിയായില്ല. ടീച്ചറെ, അവന്മാർ ഒന്നിനും മടിയില്ലാത്തവരാണ്. കൂട്ടത്തിലൊരുത്തൻ കൊല്ലാൻ വേണ്ടി മാത്രം ചെരിയിൽ നടക്കുന്നവനാ. ഇറങ്ങുക, കൊല്ലുക, കയറുക. കാര്യം എന്നെ കണ്ടപ്പോ അവനൊന്ന് കിടുങ്ങി. എന്നോട് കളിച്ചാ രക്ഷപ്പെടൂല. നീ എന്താ ചിരിച്ചു കളഞ്ഞത്? ആര് രക്ഷപ്പെടൂല? ഞാൻ രക്ഷപ്പെടൂല. അല്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ, ഇടിവാൾ സംഘം ഒന്ന് എഴുതി കാണിച്ചാൽ മതി. കേരള പോലീസ് വാലും പൊക്കി ഓടും. ഈ ഞാൻ ഓടിയതല്ലേ? അവനെ ഞാൻ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു.
തർക്കിച്ച് നിന്നിരുന്നെങ്കിലേ നീയൊക്കെ ഇടിവാൾ സംഘം ആരാണെന്ന് അറിഞ്ഞേനെ. ഒന്ന് മാറിക്കടാ. തല്ലിപ്പൊളി ജബ്ബാർ, തലക്കിടി മുസ്തഫ, തല്ലുകൊള്ളി ഹൈദ്രോസ്, ഇവരൊക്കെ ആരാണെന്ന വിചാരം? ഒരു ജർമ്മൻ മാറിക്കടാ ചേട്ടി. ഒരു ജർമ്മൻ കപ്പൽ കഴിഞ്ഞ ആഴ്ച മട്ടാഞ്ചേരി വാർഫിൽ വന്ന് ക്യാപ്റ്റൻ ചായ കുടിക്കാനായി 1.5 മണിക്കൂർ പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴേ നങ്കൂരം കാണാനില്ല. ആ നിന്റെ അപ്പനല്ലേ എടുത്തത് പോടാ. ഇനി ഇവന്മാരുടെയൊക്കെ ഒരു നേതാവുണ്ട്, ചന്ദ്രു, പഞ്ചപാവാണ്. ഒരു തടിമില്ലും ബിസിനസ്സും ചെറിയ ആനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടെയാണ്. കയ്യിലൊരു ചെറിയ സാധനം എപ്പോഴും ഉണ്ടാവും, ഒരു തോക്ക്, ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് ആരാദ്യം കൊന്നറിയോ? സ്വന്തം തന്തേനെ തന്നെ. ഇന്നേ വരെ പോലീസ് അവന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല. കറക്കി കുത്തിയാ കിട്ടുന്ന എല്ലാ മന്ത്രിമാരും അവന്റെ പോക്കറ്റിലാ. അവനുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ട്. ആര്? സുരേഷ് ഏട്ടനോ? സുരേഷ് എനിക്ക് വിശ്വസിക്കാലോ. എന്താ അങ്ങനെ ചോദിച്ചത്? പാർട്ടി എതിർത്താ പോലും ഞാൻ ചന്ദ്രുവിന്റെ കൂടെ നിൽക്കൂ. ചന്ദ്രുവിന്റെ കൂടെ നിന്നിട്ട് കളം മാറ്റി ചവിട്ടേരെയൊക്കെ ചന്ദ്രു തീർത്തിട്ടുണ്ട്. നമുക്ക് 2 കൂട്ടർക്കും ഗുണം വേണം ചന്ദ്രു. ചന്ദ്രുവിനെതിരെ എന്റെ പാർട്ടി നിൽക്കില്ലാതെ ഞാൻ ഉറപ്പു തരാം. എന്നാ നമുക്ക് പോകാം. ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു. ആ ദേ സുരേഷ് വന്നു. ഇവനെ ഞാനൊന്ന് ഗുണദോഷിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട ഇസ്മായിലെ, ഈ ഒച്ചയും ബഹളവും കേട്ടു മടുത്തു. ഒന്ന് ചുമ്മാതിരിക്കാൻ ടീച്ചറെ. ഇവന് ഞാനേ പറ്റൂ. ഇവനെ ഞാൻ നേരെയാക്കി കാണിച്ചു തരാം. കണ്ടോ? ഒന്നുമില്ല. ദേ തള്ളേ, നിന്ന് കഥ പറയാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്ക്. പാവം അവന് വിശക്കുന്നുണ്ടാവൂട. ഞാനിവിടെ നിന്നാലേ അവൻ വല്ലതൊക്കെ പറയടാപ്പാ. പാടാ. ആ പിന്നെ ഇസ്മായിൽ ഖാൻ, നാളെയും ചേച്ചിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. സെറ്റപ്പേട്ടൻ വഴി തന്നെയാ. ആള് ഗൾഫുകാരനാ. കാണാനൊക്കെ സുന്ദരനാണെന്നാ സെറ്റപ്പേട്ടൻ പറഞ്ഞത്. സെറ്റപ്പ് അങ്ങനെ പലതും പറയും. പലതും വിശ്വസിക്കാൻ പറ്റുമോ? അയാൾക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ അറിയൂ. എന്നെ പോലെയാണോ ഒരു സെറ്റപ്പേട്ടൻ? ബഷീറേ പിടിവിട്, ഞാൻ പോട്ടെ. സെറ്റപ്പേ ഇറങ്ങ. സെറ്റപ്പേ രാമകൃഷ്ണ, മര്യാദക്ക് പറഞ്ഞു. അതാ നിനക്ക് നല്ലത്. അത് എന്താന്ന് വെച്ചാ കാര്യം പറ സെറ്റപ്പേ. തല്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ദേ, ഈ നിൽക്കുന്ന നാരായണന്റെ അമ്മയും ബഷീറിന്റെ വാപ്പയെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്നതിന് എന്നെ തല്ലണ എന്തിനാ? അത് ശരി, അങ്ങനത്തെ പ്രശ്നമാണ്. ദേ തെമ്മാടിനം പറയരുത്. എന്റെ വാപ്പിയും ഈ നാരായണന്റെ അമ്മയും 2 രാത്രിയും 3 പകലും ഒരു ഒറ്റ കട്ടിലിൽ കിടന്നിട്ട് 12 മണിക്ക് ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ തെണ്ടി സർട്ടിഫിക്കറ്റ് വന്നിരിക്കണേ. വീടില്ലവന്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. ഞാനൊരു പരോപകാരിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. തന്റെ ഉപകാരവും സെറ്റപ്പും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കളിച്ചാലുണ്ടല്ലോ. സെറ്റപ്പേ കാര്യം എന്താന്ന് വെച്ച് തെളിച്ചു പറ. ഈ നിൽക്കുന്ന നാരായണനും ബഷീറിനും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ചികിത്സയ്ക്ക് ലോൺ കിട്ടാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം അറിഞ്ഞപ്പോ ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ അത് സെറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ജോൺ MBBS FRCSന്റെ കാല് പിടിച്ചാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആശുപത്രി കിടക്കാത്തവർക്ക് കിടത്തി ചികിത്സിച്ചു എന്നും പറഞ്ഞാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത്. ദേ ആ സർട്ടിഫിക്കറ്റ് ഇതിലുണ്ട്. ദാ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതെന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഇയാളുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റ്. 16-ാം വാർഡിൽ 9-ാം നമ്പർ ബെഡിൽ 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 2 രാത്രിയും 3 പകലും ഒരേ സമയം അഡ്മിറ്റ്, ഒരേ സമയം ഡിസ്ചാർജ്. കൊല്ലണോവനെ. സർട്ടിഫിക്കറ്റ് 2 നോക്കിയിട്ടേ സൂപ്പറിന് വരെ നാണിച്ച് ചോദിക്കുക. ഈ ബന്ധം നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, ഞാനും ഇപ്പോഴറിയുന്നത്. അവർ തമ്മിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ദയവേത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. 5 മണിക്ക് മുമ്പ് ഈ ഡേറ്റ് തിരുത്തി ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. അല്ലെങ്കിലേ താൻ വിവരം ഒരുത്തനെ ബ്യൂട്ടി പാർലർ ഇരുത്തി വെച്ച് വന്നിരിക്കുക. അവന്റെ കാര്യം സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാ. അല്ലെങ്കിലേ താൻ സ്ഥിരമായിട്ട് ആശുപത്രിയിലാവും. മോനെ പുട്ടു, പട്ടിക്ക് വെച്ച ബിസ്ക്കറ്റ് ഡാഡി എടുത്ത് കഴിക്കാതെ നോക്കണേ. ശരി ശരി, മമ്മി ഉടനെ വന്നേക്കാം. ചേച്ചി ഔട്ട് ഗോയിങ് ഫ്രീ ആണോ?